വിനു'സ്likes പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എടന്നയപ്പം, കുമ്പിളപ്പം, പൂച്ചയപ്പം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു നാടൻ വിഭവത്തിൻ്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. പൂച്ചയപ്പം തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ വരിക്കച്ചക്ക വേവിച്ച് ഒരൽപ്പം വെള്ളമൊഴിച്ച് വേവിച്ച് അത് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 3 ഗ്ലാസ് അരിപ്പൊടിയാണ്. 3 ഗ്ലാസ് അരിപ്പൊടിയും 1/2 ഗ്ലാസോളം റവയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം വറുത്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിരുന്ന നമ്മുടെ ചക്കപ്പഴം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ വേണം. ചക്കപ്പഴത്തിന് മധുരം കുറവാണെങ്കിൽ നമുക്കതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഗാണി വെള്ളം 1 ഗ്ലാസ് വെള്ളത്തിൽ ലയിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും 4-5 ഏലക്കായയുടെ സീഡ്സുമാണ്. ഇത് നമുക്ക് 1 മുറി തേങ്ങയോടും കൂടി ചേർത്ത് മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനിയിപ്പോൾ വെള്ളം നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, ചക്കപ്പഴത്തിന് നല്ല മധുരമുള്ളതാണെങ്കിൽ. ഇനി ഇതിനെ നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇളക്കി നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം. അപ്പോൾ ഇളക്കുമ്പോൾ ഇത് മുറുകിയിരിക്കുകയാണെങ്കിൽ നമുക്കിതിലേക്ക് അല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക. അതുവഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിപ്പോൾ ഞാനിവിടെ ഇത് ഇളക്കി വന്നപ്പോഴത്തേക്ക് ഇതിൽ ഇച്ചിരി വെള്ളം കൂടിപ്പോയ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസ് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഈ പൊടിയും കൂടെ ചേർത്തിട്ടുള്ള അളവാണ് ഞാൻ ആദ്യമേ പറഞ്ഞ 3 ഗ്ലാസ്. അപ്പോൾ ടോട്ടൽ 3 ഗ്ലാസ് അരിപ്പൊടിയും 1/2 ഗ്ലാസ് റവയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഇടനിലയിലേക്ക് നിറച്ച് കൊടുക്കണം. ഇടനിലയിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതിന് ഇടന്ന അപ്പം എന്ന് പറയുന്നത്. കുമ്പിൾ കുത്തി ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിനെ കുമ്പിളപ്പം എന്നും കൂടി പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇടനിലയിലേക്ക് ഇത് നിറച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ കാണുന്നത് പോലെ ഇതൊന്ന് അടച്ചു വെക്കണം. അതിൻ്റെ ആ മൂടി പോലെ വരുന്ന ഭാഗം കൊണ്ട് ഇതൊന്ന് നന്നായിട്ട് അടച്ചതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഇതെല്ലാം നമുക്ക് ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുക്കണം. ഈ അപ്പം ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുള്ളവർക്കറിയാം, ഇടനിലയുടെ മണവും അതിൻ്റെ രുചിയും ഒക്കെ ഒരു പ്രത്യേക രുചിയാണ് ഇതിന്. അപ്പോൾ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ കുമ്പിളപ്പത്തിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മളിതിനെ ആവിയിൽ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു അപ്പച്ചെമ്പിലേക്ക് ഇത് മാറ്റുകയാണ്. അപ്പച്ചെമ്പിൽ വെള്ളമൊഴിച്ച് ആവി വന്നതിന് ശേഷം ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ അപ്പച്ചെമ്പിലേക്ക് ഓരോന്നായി പെറുക്കി വെച്ചു. ഇനി നമുക്കിതൊരു മൂടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ വേവിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് റെഡിയാവും. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുമ്പിളപ്പം, പൂച്ചയപ്പം, എടന്നയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിന് മറ്റെന്തെങ്കിലും പേരറിയാവുന്നവർ അതും കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇതുപോലുള്ള നാടൻ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.